everyone, welcome back to Xylem Learning. എല്ലാവരും എത്തിയിട്ടുണ്ടോ മക്കളെ? ഗുഡ് ഈവനിങ്. ആരൊക്കെയാണ് ഇവിടെയുള്ളതെന്ന് മിസ് നോക്കട്ടെ. മിസ് കാണുന്നുണ്ട്, കുറച്ച് നേരമായിട്ട് ഇവിടുത്തെ എല്ലാവരും വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? എടാ ഓഡിബിൾ ആണോ, ക്ലിയർ ആണോ? മിസ്സിനെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേടാ. ഗുഡ് ഈവനിങ്. ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? യെസ്, ഹിസാന. ഓക്കെ. ഓര കിങ്. അമ്പോ. ആർട്സ് ബൈ ഹിസു. യെസ്. ഷെഫാനു, നെസുക്കോ, എന്തൊക്കെ പേരാണോ ഈശ്വര. ഷാഡോ. ഓക്കേടാ, ഓക്കെ. വെറൈറ്റി പേരുകളൊക്കെയാണ് കേട്ടോ. പേര് തന്നെ മിസ്സിന് വിളിക്കാൻ പറ്റുന്നില്ല. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണ്? മിസ്സിനെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സെറ്റാണ്, ഓക്കെയാണ്, പെർഫെക്റ്റ് ഓക്കെയാണ്. യെസ് അൻവി, ഹായ്. ദേവരാഗ്, ഹായ്. ഗുഡ് ഈവനിങ് നിയുക്ത. യെസ്, ഓക്കേടാ. യെസ്, ഷാഡോ. യെസ്, മിസ് പേര് വിളിച്ചല്ലോ. അമീൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അലക്സ്. എന്തുണ്ടടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണോ എല്ലാവർക്കും? അമ്മു, ഹായ്. റോസ്ന ജെയ്സൺ, ഹായ്. ദേവരാഗ്. ഓക്കെ, ഓക്കെ. അപ്പോൾ എല്ലാവരും എന്താ? യെസ്, സുഖമായിട്ടിരിക്കുന്നു. സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഡിന്നർ കഴിക്കാൻ ടൈം ആയിട്ടില്ല അല്ലേ? ചായയൊക്കെ കുടിച്ചോ, സ്നാക്സ് ഒക്കെ കഴിച്ചോ? എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ക്ലാസ്സിൽ വരുമ്പോൾ ഫുൾ ആക്റ്റീവ് ആയിരിക്കണം, ഫുൾ ഓൺ ആയിരിക്കണം, ഫുൾ എനർജറ്റിക് ആയിരിക്കണം. കമന്റ് ബോക്സിൽ മിസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് ടപ്പ് ടപ്പ് ടപ്പിന്ന് ഇടണം അല്ലെ? ഫുൾ വൈബ് കമന്റ് ബോക്സ് ആയിരിക്കണം എന്നൊക്കെ മിസ് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ദാ എനർജറ്റിക്കലി ആൻസേഴ്സ് പറയണമെന്നുണ്ടെങ്കിൽ വിശന്ന് പറയായിട്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഫുഡൊക്കെ കഴിച്ചാൽ ഫുള്ള് സെറ്റ് ആയിട്ടിരിക്കാം. യെസ് പാർവണ. ഓക്കെ. അക്കമോ 2.0 വെറൈറ്റി പേരാണ്. മിസ് പേര് വിളിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിസ്സിന് പേര് വിളിക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി വെറൈറ്റി പേരൊക്കെയാണ് കേട്ടോ. ആർട്സ് ബൈ ഹിസു, അത് മിസ്സിന് ഇഷ്ടമായി. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. യെസ്, ഓക്കേടാ, ഓക്കെ അമ്മ. ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. അതിനിപ്പോൾ നാളെ രാവിലെ, ഇന്നിപ്പോൾ ഗുഡ് ഈവനിങ് ആയി. ഓക്കെ, ഓക്കെ മക്കളെ. സോ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം നമുക്ക് അധികം സമയമില്ലാതെ നമുക്കറിയാം. നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തെത്തി അല്ലെ? നമ്മുടെ കയ്യിൽ ഇനി തികച്ച ഒരു മാസം ഉണ്ടോടാ? തികച്ച ഒരു മാസം ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ല അല്ലെ? ഇനി എണ്ണി പെറുക്കി എടുത്തു കഴിഞ്ഞാൽ കഷ്ടിച്ച് 20 ദിവസങ്ങളിൽ താഴെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമ്മുടെ ടൈം ടേബിൾ ഒക്കെ വന്നു, എക്സാം എപ്പോഴാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇനിയുള്ള ദിവസങ്ങൾ മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങുക, പഠിച്ച ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്യാൻ തുടങ്ങുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങുക. നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ സിലബസ് മാറി, പുതിയ സിലബസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യാനാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഇല്ല, ഒരൊറ്റ വർഷത്തെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് മാറുകയാണ്. അപ്പോൾ നമുക്ക് എവിടുന്ന് എന്ത് വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഡൗട്ടുകൾ ഉണ്ടാവും. സോ ഇത്രയും അധികം ക്രൈസിസിന്റെ ഇടയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ കൂടെ ചെയ്ത് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിഷയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മിസ് പേടിപ്പിക്കുകയല്ല, മിസ്സിന്റെ കുട്ടികളെ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു, നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സോ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, 4th യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ റെഡിയാണോ? റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം, മിസ്സി നിങ്ങൾ റെഡി ആണ് എന്ന് പറയണം. യെസ് മിസ് വി ആർ റെഡി എന്ന് പറഞ്ഞാലാണ് മിസ് സ്റ്റാർട്ട് ചെയ്യുക. റെഡി ആണോ? യെസ്, റെഡി. ഓക്കേടാ. ഇവിടെ മിസ് കുറേ പേരെ കൂടെ പ്രതീക്ഷിച്ചു കേട്ടോ. നല്ല കുട്ടികളുണ്ട്, പക്ഷെ കുറച്ച് ആൾക്കാരെ കൂടെ മിസ് പ്രതീക്ഷിച്ചിരുന്നു, അത്രയും പേരെ കാണുന്നില്ല. അപ്പോൾ ഇവിടെയുള്ളവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയുന്ന 6ാം ക്ലാസ്സിലുള്ള എല്ലാ മക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിങ് ഈസ് കെയറിങ് എന്ന് മിസ് എപ്പോഴും പറയാറുണ്ട് അല്ലേ? സോ നിങ്ങൾ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ലൈവിൻ്റെ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയുന്ന നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളായിക്കോട്ടെ, ട്യൂഷൻ ക്ലാസ്സിലുള്ള കുട്ടികളായിക്കോട്ടെ, 6ാം ക്ലാസ്സിലുള്ള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എത്ര പേർക്ക് ഷെയർ ചെയ്തു എന്ന് ഇവിടെ കമന്റ് ചെയ്യണം. ഓക്കെ, യെസ്. അമ്മോ എന്താ പവർ! കമന്റ് ബോക്സ് ഫുള്ള് ഫയർ ഒക്കെ വന്നിട്ട് നിറയട്ടേടാ. ആ പവർ, എന്ത് പവർ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ലൈവിൽ ഉണ്ടാവണം. ഓക്കെ, യെസ്, റെഡിയാണ്. മിസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് പറയുക. തെറ്റിപ്പോകുന്ന യാതൊരു പേടിയും വേണ്ട. നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇവിടെ ഉള്ളത്. സോ നിങ്ങൾക്ക് ആൻസേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ആൻസേഴ്സ് പറയുക. ഇനി ആരെങ്കിലും തെറ്റിപ്പോയാൽ കളിയാക്കുക എന്നുള്ള പേടിക്കൊന്നും പറയാതിരിക്കണ്ട. ഫുൾ സെറ്റാണ്, മിസ് പറഞ്ഞുതരാം കേട്ടോ. ഷെയർ ചെയ്ത് കൊടുത്തു അല്ലെ? കുറേ പേരതാ ഷെയർ ചെയ്ത് കൊടുത്തു. ലൈവിന്റെ വ്യൂവേഴ്സ് വരുന്ന മിസ്സിന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെയും ലൈക്ക് മിസ് കാണുന്നില്ലല്ലോ. എല്ലാവരും ലൈക്ക് ബട്ടൺ ഒക്കെ ഒട്ടിച്ചങ്ങോട്ട് പൊട്ടിക്കോ. മിസ്സിന് ലൈക്ക് തരില്ലേ? നിങ്ങൾ മിസ്സിനെ ലൈക്ക് ആയെങ്കിൽ ലൈക്ക് തരില്ലേ? ഓക്കെ,
ഓക്കേടാ. അപ്പൊ ചിലരൊക്കെ മിസ്സിന്റെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ മിസ് ഒന്ന് ചോദിക്കട്ടെ, ഇവിടെയുള്ള എത്ര പേർക്ക് മിസ്സിനെ അറിയാം? മിസ്സിന്റെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. എത്ര പേർക്ക് അറിയാമെന്ന് നോക്കട്ടെ. യെസ്, മേരി പൗലോസ്, ബിജു കുര്യൻ, ഹഫി ഗുഡ് ഈവനിങ്, നദ ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ. ആ ഫ്രണ്ടിനെയൊക്കെ കൂട്ടിയിട്ട് വന്ന് ഷെയർ ചെയ്തു, പിന്നെ അല്ല. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ആ മിസ്സിനെ അറിയാം അല്ലെ? ആ വിചാരിച്ച ദൈവമേ അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ ഭാഗ്യം അറിയുന്നുണ്ട്. അപ്പൊ മിസ്സിന്റെ പേര് അഭിയാമി എന്നാണ് കേട്ടോ. നിങ്ങക്ക് അബി മിസ് എന്ന് വിളിക്കാം. ഓക്കെ. ABI ആണ് മിസ്സിന്റെ കോഡ്. സോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബേസിക് സയൻസ് ഒക്കെ മിസ് സെറ്റ് ആക്കി തരും. ഓക്കെ അല്ലേ? യെസ്. ഓക്കേടാ. ഓക്കെ റിഫ. ഓക്കേടാ മക്കളെ. സോ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് മിസ് പറഞ്ഞു നിങ്ങൾ റെഡി ആണെന്ന് പറഞ്ഞാലേ മിസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ കമന്റ് ബോക്സിൽ ഒന്നും കൂടെ എനർജറ്റിക് ആയിട്ട് മിസ്സി ഞങ്ങൾ റെഡിയാണ്, യെസ് മിസ് വി ആർ റെഡി എന്ന് പറഞ്ഞ് കുറച്ച് ബ്ലൂ ഹാർട്ടും കുറച്ച് ഫയറും ഒക്കെ ഇട്ടിടാ. യെസ്. ഇത് കഴിഞ്ഞിട്ട് റഫിക്ക് കല്യാണത്തിന് പോകാനുണ്ടോ? ബിരിയാണി കഴിക്കാൻ പോകാനുണ്ടോ? യെസ്. ഓക്കെ ചിഞ്ചു. ഓക്കേടാ കൂട്ടാ. ഓക്കെ റെഡിയാണ്. അമ്പോ നിങ്ങൾ റെഡി ആണെന്ന് പറഞ്ഞാൽ മിസ് സ്റ്റാർട്ട് ചെയ്യില്ലേ അല്ലെ? നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ്, നമ്മുടെ 4th യൂണിറ്റിന്റെ പേരെന്താണ്? ഫോർ ഹാഫ് ദ സ്കൈ അല്ലെ? ഫോർ ഹാഫ് ദ സ്കൈ എന്ന് പറയുന്ന യൂണിറ്റില് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എത്രയാണെന്ന് നോക്കിക്കേടാ കുട്ടാ. ദ വൈ ഗേൾ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ദ ഹാർട്ട് ഓഫ് എ വുമൺ എന്നുള്ളതാണ് സെക്കൻഡ് വൺ. ദ സ്റ്റോറി ഓഫ് ഡാൽഡ 13 എന്നുള്ളതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ അല്ലെ? അപ്പൊ ഈ യൂണിറ്റിലെ എല്ലാം ഒന്നും നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ വൈ ഗേൾ ആണ് നമ്മൾ ഈ ഒരു ലൈവില് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ലൈവിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ ലൈവില് നമുക്ക് സെറ്റ് ആക്കാം. ഈ ചാപ്റ്റർ ഫുള്ള് നമുക്ക് ഒരൊറ്റ ലൈവില് പഠിക്കാം കേട്ടോ. അമ്പോ തേജശ്രീ, വെരി ഗുഡ് വെരി ഗുഡ്. തേജശ്രീ കുറേ പേർക്ക് ഷെയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അംനോസ് വാൾ റെഡി അല്ലെങ്കിൽ പോയിക്കോളൂ കേട്ടോ, ഒരു നിർബന്ധമില്ല. റെഡി ആയിട്ടുള്ളവർ ഇവിടെ ഉണ്ട്. ഓക്കെ. ഓക്കേടാ മക്കളെ. സോ നമ്മുടെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റോസ ലക്സംബർഗിന്റെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താണ്? വുമൻസ് ഫ്രീഡം ഇസ് ദ സൈൻ ഓഫ് സോഷ്യൽ ഫ്രീഡം. സ്ത്രീകളുടെ ഫ്രീഡം എന്ന് പറയുന്നത് സോഷ്യൽ ഫ്രീഡത്തിന്റെ ഒരു സൈൻ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വീടെടുത്ത് നോക്കാം. ഒരു വീട്ടില് പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്നില്ല, അവരെ പുറത്തേക്ക് വിടുന്നില്ല, അവർക്ക് യാതൊരു തരം ഫ്രീഡവും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ നല്ല കഴിവുള്ള കുട്ടിയായിരിക്കും, പക്ഷെ നീ പെൺകുട്ടിയാണോ, നീ അത്രയും പഠിച്ചാൽ മതി, നീ അങ്ങനെ ചെയ്താൽ മതി, നീ വീട്ടുജോലി ചെയ്യേണ്ട കുട്ടിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തു പോകേണ്ട കുട്ടിയല്ല, നീ ജോലിക്ക് പോകണ്ട, ഇവിടെ ഇരുന്നോളൂ, വീട്ടുജോലി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വീടിനെ പറ്റിയിട്ട് എന്ത് മനസ്സിലാകാൻ പറ്റും? എന്തായിരിക്കും നമുക്ക് ആ വീടിനെ പറ്റിയിട്ട് തോന്നുക? അത് ഭയങ്കര ഫ്രീഡം കൊടുക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കുന്ന ഫാമിലിയാണ് ഞങ്ങളുടേത് എന്നൊക്കെ നമ്മൾ സിനിമ ഡയലോഗ് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഫാമിലി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രീഡം കൊടുക്കുന്ന ഫാമിലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല, എന്നാൽ ആ ഒരു വീട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വീട് തന്നെ ഒരു ഓർത്തഡോക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മളൊരു സൊസൈറ്റിയില് നമ്മുടെ പെൺകുട്ടികൾ എത്രത്തോളം വളർന്ന് വലുതാവുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകളെ നമ്മൾ അടിച്ചമർത്താതെ അവരെ പോസിറ്റീവ്ലി ഗ്രോ ചെയ്യാൻ സമ്മതിക്കുന്നത് തന്നെ ഒരു സോഷ്യൽ ഫ്രീഡത്തിന്റെ എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സൊസൈറ്റിയാണ്, ആ പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന സൊസൈറ്റിയാണ് കുറച്ചും കൂടെ ആ ഒരു ഫ്രീഡം, അല്ലാന്നുണ്ടെങ്കിൽ ആ കുറച്ചും കൂടെ നല്ല അതിന്റെ സൈൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ബിക്കോസ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്തിനാണ് ഓരോ യൂണിറ്റ്സ് പഠിക്കുന്നത്? വെറുതെ പഠിച്ച മാർക്ക് വാങ്ങാനാണോ? അല്ല അല്ലെ? അപ്പൊ ഓരോ യൂണിറ്റിനും ഓരോ തീം ഉണ്ട്, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് ആ യൂണിറ്റിൽ പഠിക്കാനുണ്ടാവും അല്ലെ? സോ ഈ ഒരു യൂണിറ്റിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്ന 3 ചാപ്റ്റേഴ്സും ഈ ഒരു പെൺകുട്ടികളെ, അല്ലാന്നുണ്ടെങ്കിൽ അവർ എക്സൽ ചെയ്യുന്ന അല്ലെങ്കിൽ സ്മാർട്ടും ബ്രേവ് ആയിട്ടുള്ള കുട്ടികളുടെ കഥയൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കിതാ ഒരു വുമൺ ഇൻ സ്പേസ്, ദ ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ മിസ് എന്ന് ചോദിക്കട്ടെ, ഇവിടെയുള്ള എത്ര പേർക്ക് അറിയാം ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ്? സ്പേസിൽ പോയ ഫസ്റ്റ് വുമന്റെ പേരെന്താണ്? ഇവിടെ നോക്കരുത് കേട്ടോ, ഇവിടെ നോക്കരുത്, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഹിമലത, താങ്ക് യു. നമുക്കറിയാം വാലന്റീന തെരഷ്കോവയാണ് അല്ലെ? ഓൺ ജൂൺ 16, 1963
1963 വാലന്റീന തെരഷ്കോവ made history by becoming the first woman in space. സ്പേസിൽ പോയ ആദ്യ വനിത എന്ന നിലയിൽ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ച ആളാണ് ആര്? നമ്മുടെ വാലന്റീന തെരഷ്കോവ. സോ ഷി വാസ് ബോൺ ഇൻ 1937. 1937 വാലന്റീന തെരഷ്കോവ ജനിച്ചത് അല്ലെ. അവർ പോയ സ്പേസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവർ സ്പേസിലേക്ക് പോവാൻ ഉപയോഗിച്ച വാഹനം, അതിനെയാണ് നമ്മൾ സ്പേസ് ഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ. വോസ്റ്റോക്ക് 6 എന്ന് പറയുന്ന വാഹനത്തിലാണ് അഥവാ സ്പേസ് ഷിപ്പിലാണ് അവർ പോയിട്ടുള്ളത് അല്ലെ. അതുപോലെ തന്നെ 48 ഓർബിറ്റ്സ്, എർത്തിന്റെ 48 ഓർബിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും കിലോമീറ്റർ 20111680 കിലോമീറ്റേഴ്സ് 2 ദിവസം കൊണ്ട് അവർ 22 hours and 50 minutes കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്തത്. സോ വാലന്റീന തെരഷ്കോവയെ പറ്റി ഇപ്പൊ നമുക്ക് മനസ്സിലായി. അറിയാത്തവർക്കാണെങ്കിലും അറിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾ പഠിച്ചല്ലോ, ഫസ്റ്റ് വുമൺ സ്പേസിൽ പോയത് ആരാണെന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ പറയണം വാലന്റീന തെരഷ്കോവയാണെന്ന് അല്ലെ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് താഴെയുണ്ട്. ഈ ഒരു പാസേജ് വായിച്ചവർക്ക് അടിപൊളിയായിട്ട് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. വാലന്റീന തെരഷ്കോവ പറയുന്നത് നിങ്ങൾ കേൾക്കണേ. A bird cannot fly with one wing only. ഒരു പക്ഷിക്ക് ഒരു ചിറക് കൊണ്ട് മാത്രം പറക്കാൻ പറ്റും. ഒരു ചിറക് കൊണ്ടാണോ പറക്കുന്നത്? ആണോ? അല്ല. പക്ഷെ ഒരു ചിറക് കൊണ്ട് പറക്കുന്നത് ഇങ്ങനെ താഴെ വീഴും അല്ലെ. 2 ചിറകം ഉണ്ടെങ്കിൽ 2 ചിറക് കൊണ്ട് ബാലൻസ് ചെയ്താലല്ലേ ഒരു പക്ഷിക്ക് പറന്നു വരാൻ പറ്റുള്ളൂ അല്ലെ. ആ ഒരു പക്ഷിയുടെ 2 ചിറക് പോലെയാണ് സ്ത്രീകളും പുരുഷന്മാരും. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് cannot develop any further without the active participation of women. സോ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റും ഇതുപോലെ തന്നെയാണ്. വുമന്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലാണ്ട് അതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരു പക്ഷിയുടെ ഒരു ചിറകില്ലാണ്ട് പറക്കുന്നതിന് സമമാണ് വുമൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്നാണ് പറയുക. സോ രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരാളെക്കാട്ടില് ഭയങ്കര ഇക്വാലിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുറ്റം നോക്കാം അവരെ മുറ്റം നോക്കണം, അങ്ങനെ ഒരു സാധനം അല്ല കേട്ടോ ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ എനിക്കുള്ളത് പോലെ അവർക്ക് ചെയ്താൽ എന്തായാലും ഞാൻ ചെയ്യുന്നത് പോലെ അവർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഫ്രീഡങ്ങളുണ്ട്, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് റൈറ്റുകളുണ്ട്. നമ്മുടെ കഴിവുകൾ നമ്മൾ പുറത്ത് കാണിക്കാനും നമുക്ക് പോസിറ്റീവ്ലി ഗ്രോ ചെയ്യാനും നമുക്കൊരു വെല്ലുവിളികൾ ഇല്ലാണ്ട് പേടി കൂടാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. അപ്പൊ അവിടെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പേസിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലായല്ലേ. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ? റെഡി? യെസ്, ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നത്? ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ക്യൂരിയസ് ആൻഡ് ബ്രൈറ്റ് ഗേൾ നെയിംഡ് മൊയ്ന. മൊയ്ന എന്ന പേരുള്ള നമ്മുടെ മൈന എന്നൊക്കെ പറയുന്ന പോലെ കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനെ. മൈനയല്ല കേട്ടോ, ഇവിടെ മൊയ്നയാണ് അല്ലെ. അപ്പോൾ ഒരു സ്മാർട്ട് ആൻഡ് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഹഫി. ആരാണ്? നമ്മുടെ മൊയ്ന എന്ന് പറയുന്ന ഹഫി. ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ്. അപ്പൊ ഈ മോയിനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ക്യൂരിയസും ബ്രൈറ്റും ആയിട്ടുള്ള ഗേൾ എന്നാണ് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ക്യൂരിയസ്? ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എത്ര പേർക്ക് ആൻസർ അറിയാൻ മിസ് നോക്കട്ടെ. ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ക്യൂരിയസ് ആയിട്ടുള്ള ഗേൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ക്യൂരിയസ്? നമുക്ക് എന്തെങ്കിലും അറിയാനായിട്ടുള്ള ഒരു വ്യഗ്രത അല്ലെ, ഒരു ജിജ്ഞാസ ഇല്ലേടാ. ജിജ്ഞാസയാണ് നമ്മൾ എന്താ പറയുന്നത്, നല്ലതാ വിജൃംഭിച്ച വാക്കല്ലേ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തെങ്കിലും അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം, തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിനെയാണ് നമ്മൾ ജിജ്ഞാസ എന്ന് പറയുന്നത് അല്ലെ. ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ ജിജ്ഞാസ ആണ് അല്ലെ. സോ ക്യൂരിയസും ബ്രൈറ്റ് ആയിട്ടും വളരെ സ്മാർട്ട് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ള ബുദ്ധിമതിയായിട്ടുള്ള ഒരു കുട്ടിയാണ് ആര്? നമ്മുടെ മൊയ്ന അല്ലെ. ഹു ലവ്സ് ടു ലേൺ ആൻഡ് എക്സ്പ്ലോർ. ആ കുട്ടിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷി ഓൾവേസ് ആസ്ക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ലുക്സ് ഫോർ ന്യൂ ഐഡിയാസ്. എപ്പോഴും നമ്മുടെ മൊയ്ന എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്താണ്? വൈ ഇതെന്താ അങ്ങനെ ആയത് അല്ലെ? സൂര്യൻ എന്താ അവിടെ ഉദിക്കുന്നത്? എന്താ ഇവിടെ അസ്തമിക്കുന്നത്? ഇതെന്തുകൊണ്ടാ അങ്ങനെ? അതെന്തുകൊണ്ടാ ഇങ്ങനെ അല്ലെ? ഭൂമി എന്താ വട്ടത്തിലിരിക്കുന്നത്? അങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. സംശയ കുട്ടിയാണ്. എപ്പോഴും നമ്മുടെ മോനിക്ക് സംശയങ്ങളാണ്. അപ്പൊ അതുപോലെ സംശയമുള്ള ആൾക്കാരുണ്ട് അവിടെ. നമ്മൾ എന്തുകൊണ്ടാണ് ഓക്സിജൻ ശ്വസിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നത് എന്തുകൊണ്ടാണ്? മീനുകളൊക്കെ വെള്ളത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പലതരം സംശയങ്ങൾ മനസ്സിലുള്ളവരുണ്ട് അവിടെ. സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ. ഇങ്ങനെ ചുറ്റുമുള്ള കാര്യത്തെ പറ്റിയിട്ട് കുറേ സംശയമാണ് അല്ലെ. പഠിക്കുമ്പോൾ എപ്പോഴും സംശയം ചോദിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ബ്ലൂ ഹാർട്ട് ഇട്ട് മിസ് നോക്കട്ടെ. യെസ്. ഇവിടെയുള്ളവർക്ക് ചിലർക്ക് സംശയമുണ്ട് അല്ലെ. സംശയാലുക്കളാണ് ചിലർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. യെസ്, സംശയമുണ്ട്. യെസ്.
ആ സംശയമുള്ളവരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങളെ പോലെയുള്ള നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള കുട്ടിയാണ് നമ്മുടെ മൊയ്ന. ഓക്കെ, മൊയ്നയെ പറ്റിയിട്ടാണ് നമ്മുടെ ചാപ്റ്റർ. സോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആരാണ് ഓതർ എന്ന് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് ഇത് എഴുതിയ ഓതർ ആരാണെന്ന് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളും എന്ത് ചെയ്യണം, ഓതറിനെ പറ്റിയിട്ടൊന്ന് നോക്കണം. ഇത് ഫുള്ള് കാണാതെ പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഓരോ ചാപ്റ്റർ എഴുതിയത് ആരാണ് നമ്മൾ അറിയണം കേട്ടോ. മഹാശ്വേത ദേവി ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഓതർ എന്ന് പറയുന്നത്. യെസ് ഈസു. സോ ഷീ വാസ് എ renowned Indian writer and activist who fought for rights of the tribal people. ഇന്ത്യൻ റൈറ്ററും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുമാണ്. അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രൈബൽ പീപ്പിളിന്റെ, ആദിവാസി സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റും കൂടിയാണ് മഹാശ്വേത ദേവി. സോ ബംഗ്ലാദേശിലാണ് അവർ ബോൺ ആയിട്ടുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുമ്പോൾ മദർ ഓഫ് 1084, റുദാലി, ദ റൈറ്റ് ഓഫ് ദ ഫോറസ്റ്റ്, ഇതൊക്കെയാണ് അവരുടെ മറ്റുള്ള നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുള്ള ബാക്കിയുള്ള പുസ്തകങ്ങൾ. സോ അവർക്ക് ജ്ഞാനപീഠ അവാർഡ്, പത്മശ്രീ അവാർഡ്, പത്മവിഭൂഷൺ അങ്ങനെയുള്ള ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചില്ലറക്കാരിയല്ല നമുക്ക് മനസ്സിലായി. സോ മഹാശ്വേത ദേവിയുടേതാണ് ദ വൈ ഗേൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ചാപ്റ്ററിന്റെ തുടക്കത്തിലെ തന്നെ നമ്മുടെ മുകേഷിന്റെ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ബട്ട് വൈ അല്ലെ. ബട്ട് വൈ എന്ന് പറഞ്ഞിട്ടാണ് ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ മോയിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ബട്ട് വൈ, എന്തുകൊണ്ടത്, എന്താണ്. The question came from a small girl about 10 years old. She was chasing a large snake. എന്താണ് ബട്ട് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആരാണ് ചോദിക്കുന്നത്, ഒരു സ്മോൾ ഗേൾ, ഒരു കൊച്ചു പെൺകുട്ടി. എത്ര വയസ്സുണ്ട്, ആകെ 10 വയസ്സേ ഉള്ളൂ അല്ലെ. 10 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ അടുത്തു നിന്നാണ് ഈ ശബ്ദം വരുന്നത്. അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നോക്കണേ. എന്താണ്, ഷീ വാസ് ചേസിങ് എ ലാർജ് സ്നേക്ക്, ഒരു വലിയ പാമ്പിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ പിന്നാലെ ഇതിനെ പിടിക്കാനായിട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സാധാരണ പാമ്പിനെ കണ്ട മക്കളെ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ശിശു എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഒരു രാജവെമ്പാല. നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ പത്തിയൊക്കെ വളർത്തി ഇപ്പൊ കൊത്തും എന്ന് പറഞ്ഞ് നിൽക്കുന്ന രാജവെമ്പാല എടുത്ത് വാട നമുക്കിതാ ഇങ്ങോട്ട് എന്നെ പിടിക്കും, ധൈര്യം പിടിക്കുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിക്കും, നമുക്ക് ഓട്ട മത്സരം നടത്താം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കോ. അയ്യോ അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടോ, അമ്മച്ചി പാമ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടോ. എന്താ നിങ്ങൾ ചെയ്യാ, മിസ്സാണെന്നുണ്ടെങ്കിലേ ഒന്നും നോക്കില്ല, എട്ടം വല നോക്കില്ല, ഒരൊറ്റ ഓട്ടം കൊടുക്കും. പാമ്പിനെ പേടിയില്ലാത്തവരുണ്ടോ? യെസ്, റൺ ചെയ്യും അല്ലെ, പേടിക്കും. യെസ്, മിസ്സിനെ പോലത്തെ തന്നെ പേടി തൊണ്ടന്മാരാണ് ഇവിടെ ഉള്ളത് അല്ലെ. പേടിക്കും, സംശയമൊന്നുമില്ല, പേടിക്കും. പാമ്പിനെ കണ്ടാൽ നമ്മൾ ആരായാലും പേടിച്ചു പോകും. പക്ഷെ പേടിയില്ലാത്തവരുണ്ട് കേട്ടോ. നമ്മുടെ സുരേഷ് സാറൊക്കെ എന്ത് ചെയ്യും, പാമ്പിനെ കണ്ടാൽ നൈസായിട്ട് എടുത്ത് പെറ്റിനെ പോലെ, നമ്മുടെ വീട്ടിൽ പൂച്ചിനെ പെട്ടിനെയൊക്കെ താലോലിക്കുന്ന പോലെ അദ്ദേഹം എടുത്തു കൊണ്ടുവന്നിട്ട് ചാക്കിലാക്കും അല്ലെ. നമ്മളെ കൊണ്ട് അതിനുള്ള ത്രാണിയൊന്നും ഇല്ല അല്ലെ. സോ ഈ കുട്ടി എന്ത് ചെയ്യാണ്, നമ്മളെ പോലെയൊന്നല്ല, നല്ല ധൈര്യമാണ്. ആ കുട്ടി ആ പാമ്പിന്റെ പുറകെ പോവുക, പാമ്പിനെ പിടിക്കാനായിട്ട്. പാമ്പ് ഈ കുട്ടീനെ കണ്ടിട്ട് പേടിച്ചു ഓടുന്ന അവസ്ഥ. നേരെ തിരിഞ്ഞു വന്നു, എങ്ങനെ ഇരിക്കണു. I ran after her, grabbed her pleat and held her back shouting. ഈ പെൺകുട്ടി പാമ്പിന്റെ പിന്നാലെ ഓടുന്നത് കണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓതർ എന്ത് ചെയ്തു, ഓതർ ആ കുട്ടിയുടെ പിന്നാലെ ഓടി. grabbed her pleat എന്ന് പറഞ്ഞാൽ എന്താ, മുടിയൊക്കെ ഇങ്ങനെ പിന്നിടില്ലേടാ, മുടി ഇങ്ങനെ പിന്നിട്ടിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്ലീറ്റ്സ് എന്ന് പറയാ അല്ലെ. അപ്പൊ ഇങ്ങനെ ആ കുട്ടിയുടെ മുടി മൊത്തത്തിൽ പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു, ആ കുട്ടിയുടെ മുടിപ്പിന്നല് പിടിച്ചിട്ട് ഹെൽപ് ഹെർ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പുറകോട്ടേക്ക് വലിച്ചു. അയ്യോ എന്റെ മുടി പൊട്ടി പോകും. ഓക്കെ, എന്നിട്ട് പുറകോട്ടേക്ക് വലിച്ചു. യെസ്, grabbed her pleat and held her back. held her back എന്ന് പറഞ്ഞാൽ എന്താ, അവളെ പിന്നോട്ടേക്ക് വലിച്ചു അല്ലെ. ഷൗട്ട് ചെയ്തോണ്ട് പോവരുത്, അയ്യോ അരുത് എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് മുടിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കോട്ടേക്ക് വലിക്കുകയാണ്. കാരണം എന്താ, ഈ കുട്ടി അവിടെ പാമ്പിനെ ചേസ് ചെയ്തോണ്ടിരിക്കുകയാണ്, പാമ്പിന്റെ പിന്നാലെ പാമ്പിനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ആ കുട്ടീനെ പറ്റി കിട്ടുന്ന പിക്ചർ. അതിലൂടെ നമുക്ക് മനസ്സിലായി ആള് ചില്ലറക്കാരിയല്ല അല്ലെ. യെസ്, മൊയ്ന ചില്ലറക്കാരിയല്ല എന്ന് നമുക്ക് മനസ്സിലായി മക്കളെ. ബട്ട് വൈ, മിസ് ഒന്നും കൂടെ വായിച്ചു തരാം. സോ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിലുള്ള ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ഏതെങ്കിലും വേർഡ്സിലെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ. യെസ് മിത, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ക്രിസ്റ്റൽ ക്ലിയർ ആണോ എന്ന് പറയാം കേട്ടോ. ബട്ട് വൈ, the question came from a small girl about 10 years old. She was chasing a large snake. I ran after her,
grabbed her plate and held her back, shouting. അല്ലെ, ഞാൻ പിന്നാലെ ഓടി. എന്നിട്ട് അവളതാ വലിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, പോലെ അങ്ങോട്ടേക്ക് പോയില്ലേ എന്ന് പറഞ്ഞു. കണ്ടോ, അതാ ഒരു സീൻ നിങ്ങൾ കണ്ടോ? ആ കുട്ടീനെ ദാ പിടിച്ചെടുക്കുകയാണ് അല്ലെ, ആ പാമ്പിന്റെ അടുത്തേക്ക് പോവരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ കുട്ടി ചോദിക്കുകയാണ്, ബട്ട് വൈ? അതെന്താ ഞാൻ പോയാൽ എന്താ സംഭവിക്കുക? യെസ്, ക്ലിയർ ആണ്, സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം അല്ലെ. അപ്പൊ മൊയ്നയോട് പറയാണ്, നോ മൊയ്ന, ഡോൺ, അരുത് മൊയ്നെ, അരുത് അല്ലെ, ചെയ്യരുത്. ഗ്രാബ് ചെയ്യാന്ന് പറഞ്ഞാൽ പിടിക്കാന്നാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ദാ പിടിച്ചെടുക്കുക, ഇതിനെ ദാ ഇങ്ങനെ പിടിക്കില്ലേ, തട്ടി ഇങ്ങനെ പിടിക്കില്ലേ, അതിനാണ് ഗ്രാബ് ചെയ്യാന്ന് പറയുന്നത്. യെസ്, വെരി ഗുഡ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് അല്ലെ. സോ മൊയ്നയോട് പറയാണ്, നോ മൊയ്ന, ഡോൺ, അരുത് മകളെ, ചെയ്യരുത്. അപ്പൊ മൊയ്ന പിന്നെയും ചോദിച്ചു, വൈ ഷുഡന്റ് ഐ? അതെന്താ ഞാൻ ചെയ്താൽ എന്താ സംഭവിക്കുക? ആ കുട്ടിക്ക് അറിയില്ല, ആ കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ പാമ്പിന്റെ പിന്നാലെ ഓടിയാൽ അല്ലെങ്കിൽ പാമ്പിനെ പിടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ആ കുട്ടിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ആ കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ആ പാമ്പിന്റെ പിന്നാലെ ഓടിയാൽ ഇന്നതാണ് സംഭവിക്കുക എന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. വൈ ഷുഡന്റ് ഐ? ഷീ ആസ്ക്ഡ്. എന്തുകൊണ്ട് ഞാൻ ചെയ്തുകൂടാ? ഞാൻ എന്തുകൊണ്ട് പാമ്പിന്റെ പിന്നാലെ ഓടിക്കൂടാ? സോ ആ കുട്ടിയോട് പറയുകയാണേ, ഇറ്റ്സ് നോട്ട് എ ഗ്രാസ് സ്നേക്ക് ഓർ എ റാറ്റ് സ്നേക്ക്, ഇറ്റ്സ് എ കോബ്ര. ഐ റിപ്ലൈഡ്. എന്താണ്? അത് നിങ്ങൾ കാണുന്ന പോലെ റാറ്റ് സ്നേക്കോ ഗ്രാസ് സ്നേക്കോ ഒന്നും അല്ല അല്ലെ. നമ്മളിതാ വീട്ടിൽ കാണാറുള്ള സാധാരണ നമ്മുടെ ചേരയോ അല്ലെങ്കിൽ നീർക്കോലിയോ അല്ലെങ്കിൽ പച്ചില പാമ്പോ ഒന്നും അല്ല. ഇറ്റ്സ് എ കോബ്ര. അത് കോബ്രയാണെന്ന് പറയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, എന്താ ഇങ്ങനെയുള്ള പാമ്പുകൾ 2 തരത്തിലുണ്ട്. എങ്ങനെയാണെന്നറിയോ? വെനമസ്. ഓക്കെ, വെനമസ് എന്ന് പറഞ്ഞാൽ ഇവനെയാണ് കേട്ടോ, വിഷമുള്ളവ. നോൺ വെനമസ് ഉണ്ട്, വിഷമില്ലാത്തവ. അപ്പൊ വിഷമില്ലാത്ത പാമ്പാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ വലിയ കടിച്ചാലും നമുക്ക് ജീവന ഭീഷണിയൊന്നും വരാത്ത ടൈപ്പ് ഓഫ് പാമ്പുകളാണ് നമ്മുടെ റാറ്റ് സ്നേക്ക് അല്ലെങ്കിൽ ഗ്രാസ് സ്നേക്ക് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ചേര, നീർക്കോലിയൊക്കെ. എന്നാൽ രാജവെമ്പാല അല്ലെങ്കിൽ കോബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൂർഖൻ അല്ലെ. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഡെഡായി പോകുന്ന അവസ്ഥയാണ് അല്ലെ. നമ്മുടെ രാജവെമ്പാല എങ്ങനെ കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നത് എന്താ, 8 സെക്കൻഡിനുള്ളിൽ മരിക്കും. 8 സെക്കൻഡിനുള്ളിൽ മരിക്കുന്നില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെടും. അപ്പൊ അമ്മാതിരി വിഷമാണ് ഇവരുടെ ഉള്ളിൽ നിൽക്കുന്നത്. ആ പാമ്പിന്റെ പിന്നാലെയാണ് ഈ കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ കുട്ടിക്ക് അറിയാത്തത് കൊണ്ടാണ് അല്ലെ ആ കുട്ടി ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, എന്തുകൊണ്ട്? വൈ ഷുഡന്റ് ഐ? ഞാൻ എന്തുകൊണ്ട് അതിനെ ചേസ് ചെയ്തുകൂടാ? പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ഗ്രാസ് സ്നേക്ക് അല്ല മോളെ, അല്ലെങ്കിൽ റാറ്റ് സ്നേക്ക് അല്ല, അതൊരു കോബ്രയാണ്. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവും, ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യാണ്, അത് കോബ്രയാണ്. കോബ്രയ്ക്ക് അത് കടിച്ചാൽ മരിച്ചു പോകും, അത് വെനമസ് ആണെന്ന് മനസ്സിലാവുകയാണ് അല്ലെ. സോ ആ കുട്ടി പിന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഷുഡന്റ് ഐ ക്യാച്ച് എ കോബ്ര? ഞാൻ കോബ്രയെ പിടിച്ചാൽ എന്താ അല്ലെ, കോബ്രയെ പിടിച്ചാൽ എന്താ സംഭവിക്കുക? അപ്പൊ ആ കുട്ടിക്ക് വീണ്ടും ആൻസർ വേണം. കോബ്രയെ പിടിച്ചാൽ അത് കൊത്തും, അത് കൊത്തിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. സോ അതൊരു ന്യൂ ഇൻഫർമേഷൻ ആണ്. ഇതുപോലെ ആ കുട്ടിയുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ബാക്കിയുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഞാനത് ചെയ്താ? ഇങ്ങനെ ചെയ്താൽ എന്താ? അങ്ങനെ ചെയ്താൽ എന്താന്ന് ആ കുട്ടി എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു പരിധിവരെ നമ്മൾ പറഞ്ഞു കൊടുക്കുമെങ്കിലും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് ഇഷ്ടമല്ല അല്ലെ, നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും അല്ലെ. വൈ ഷുഡ് യു? ആ കുട്ടിയോട് ഞാൻ തിരിച്ചു ചോദിച്ചു അല്ലെ, നീ എന്തിനു പിടിക്കണം? എന്തുകൊണ്ട് പിടിച്ചുകൂടാന്ന് ചോദിക്കുകയാണ്, നീ എന്തിനാ പിടിക്കുന്നത്? അപ്പൊ ആ കുട്ടി പറയാണ്, ഐ വിൽ അല്ലെ, ഞാൻ പിടിക്കും. എന്നാ പിന്നെ പോയി പിടിച്ചൊരു കൊത്ത വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ കുട്ടിയായി പോയില്ലേ, ഇല്ല അല്ലെ. സോ എന്ത് ചെയ്തു? ഐ ഡ്രാഗ് മൊയ്ന ബാക്ക് ടു ദ സമിതി ഓഫീസ് വേർ ഐ വർക്ക്ഡ്. ഞാൻ എന്ത് ചെയ്തു? ഡ്രാഗ് ചെയ്തു. വാട്ട് യു മീൻ ബൈ ഡ്രാഗ്? ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആർക്ക് ആൻസർ അറിയാന്ന് മിസ് നോക്കട്ടെ. ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? വലിച്ചഴിച്ചോണ്ട് ഓടി ഇവിടെ എന്ന് പറഞ്ഞിട്ട് വലിച്ചഴിക്കില്ലേ, അതിനെയാണ് നമ്മൾ ഡ്രാഗ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. സോ ഐ ഡ്രാഗ് മൊയ്ന ബാക്ക് ടു ദ സമിതി ഓഫീസ് വേർ ഐ വർക്ക്ഡ്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഓതർ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? സമിതി ഓഫീസിലാണ്. സോ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന സമിതി ഓഫീസിലേക്ക് ഞാൻ അവളെ വലിച്ചഴിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ കുട്ടീനെ തിരിച്ചു കൊണ്ടുവന്നു, അല്ലാണ്ട് ആ കുട്ടിയെ ഉപദ്രവിച്ചു എന്നല്ല കേട്ടോ. ആ കുട്ടിയെ വലിച്ചു പിടിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ കൈ പിടിച്ച് ഞാൻ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു? സമിതി ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ചിഞ്ചു, വാട്ട് ഈസ് സമിതി എന്ന് ചോദിക്കുന്നുണ്ട്. എടാ, സമിതി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സാധാരണ നമ്മുടെയൊക്കെ നാട്ടില്
എന്തെങ്കിലും ഒരു സമിതി പോലെ ഉണ്ടാവും. അതായത് നമ്മുടെ ആൾക്കാരുടെ എല്ലാവരും കൂടെ യൂണിയൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കുന്ന ഒരു ഓഫീസായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്, ഇപ്പോൾ ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം, അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. നമുക്ക് ഡാൻസ് ചെയ്യാം, പാട്ട് പാടാം, നമ്മുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാം, ബുക്സ് ഉണ്ടാവും ഒരു സ്ഥലത്ത്. അങ്ങനെ ആൾക്കാരൊക്കെ കൂടുന്ന ഒരു യോഗമൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ സമിതി ഓഫീസ് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ആ സമിതി ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. സമിതി ഓഫീസിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ കുട്ടിയെ കൊണ്ടുവന്നു, അല്ലെ. Her mother Kitty was there weaving a basket. സോ നമ്മുടെ മൊയിനയുടെ അമ്മ കിരി അവിടെ ഉണ്ട്, അല്ലെ. കിരി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? She was weaving a basket. What do you mean by weaving? കണ്ണൻ യെസ് വിസി വിളിക്കുന്നുണ്ട്. എന്താണ് കുട്ട? അംബിക ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചഴിക്കുക അല്ലെങ്കിൽ വലിച്ചുകൊണ്ടുവരാന്നാണ് കേട്ടോ അർത്ഥം. ക്ലിയർ ആണോ? യെസ്. അമ്മ അവിടെ ബാസ്കറ്റ് വീവ് ചെയ്യാണ്. നമ്മൾ പറയും നമ്മളത് സിൽക്ക് വീവ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ ക്ലോത്ത്സ് വീവ് ചെയ്യാന്ന് പറയും, അല്ലെ. അതായത് നമ്മളത് തയ്ച്ചുണ്ടാക്കാന്ന് പറയില്ലേ, അതിനെയാണ് വീവ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ബാസ്കറ്റ് ഇവിടെ തുന്നിക്കൊണ്ടിരിക്കുക നമുക്ക് പറയില്ല, ബാസ്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെയുള്ള ബാസ്കറ്റ് ഉണ്ടാക്കുന്ന ജോലിയാണ് അമ്മയ്ക്ക്. സോ സമിതി ഓഫീസിൽ ഇരുന്നിട്ട് ബാസ്കറ്റ് വീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മക്കിരി. സോ അമ്മയുടെ അടുത്തേക്ക് ആരെ കൊണ്ടുവന്നു? മൊയിനെ കൊണ്ടുവന്നു, അല്ലെ. The Samadhi was a place where people could come, learn reading, writing and simply to sing and dance together. സമിതി ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആൾക്കാർക്ക് വരാം, അല്ലെ. അവർക്ക് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് പഠിക്കാം, പുസ്തകങ്ങൾ വായിക്കാം, എഴുതുന്നത് പഠിക്കാം, എഴുതാം, അവർക്ക് പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം. അങ്ങനെ ആൾക്കാർക്ക് വരാനും ഗ്യാദർ ചെയ്യാനും. ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിച്ചു കൂടുക, അല്ലെ. സോ അങ്ങനെ ഒന്നിച്ചു കൂടാൻ ഒരു ഓഫീസാണ്, ഒരു സ്ഥലമാണ് നമ്മുടെ സമിതി ഓഫീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണോ? സോ ഒന്നും കൂടെ വായിച്ചു തരാം. Why should you? I will. I dragged Moina back to the Samati office where I worked. Her mother Kitty was there weaving a basket. The Samati was a place where people could come to learn reading and writing and simply to sing and dance. 3 portions crystal clear ആണോടാ? ഇതെങ്കിലും വാക്കുകളിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, മിസ് പറഞ്ഞുതരാം കേട്ടോ. മിസ് പിന്നെയും പറയാണ്, സംശയം ചോദിക്കുന്നതിനൊന്നും യാതൊരു മടിയും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇവിടെ ഉള്ളത്. ഓക്കെ, യെസ് ഈസ് ക്ലിയർ സെറ്റ്. ക്ലിയർ ആണെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ഇടണം? ബ്ലൂ ഹാർട്ട് ഇടണം. ഓക്കെ, യെസ് സെറ്റാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണ്, അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഓഫീസാണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ സമിതി ഓഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മിസ് ഒരു പിക്ചർ വെച്ചതാണ്. ഓക്കെ, യെസ് ക്ലിയർ. ഗ്രാബ് ചെയ്യാന്ന് പറഞ്ഞാൽ മിസ് പിന്നെയും പറയാണ്, ശ്രദ്ധിച്ചിരിക്കണടാ. ഗ്രാബ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചുകൊണ്ട് വരാം അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് വരാം. ഓക്കെ, അതിനെയാണ് ഗ്രാബ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ സെറ്റ്. ഓക്കേടാ. സോ ഇനി എന്ത് സംഭവിച്ചു? I said to Moina, come and rest for a little while. അവളിതാ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ മൊയിനയോട് പറയാണ്, കം ഇവിടെ വരൂ, കം ആൻഡ് റെസ്റ്റ് ഫോർ എ ലിറ്റിൽ വൈൽ. ഇവിടെ വന്നിട്ട് കുറച്ചു നേരം, ലിറ്റിൽ വൈൽ എന്ന് പറഞ്ഞാൽ എന്താടാ? കുറച്ചു നേരം ഇവിടെ വന്നൊന്ന് റെസ്റ്റ് എടുക്കൂ, ഇവിടെ വന്നൊന്ന് വിശ്രമിക്കൂ എന്ന് പറഞ്ഞു, അല്ലെ. അപ്പോഴും പിന്നെയും കിടക്കണു. ആ കുട്ടി പിന്നെയും ചോദിക്കുകയാണ്, വൈ? ഞാൻ എന്തിനാ റെസ്റ്റ് എടുക്കണം? ഇത്രയും നേരം ആ പാമ്പിന്റെ പുറകെ ഓട്ടായിരുന്നു ഈ കുട്ടി. അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ഇനി കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുമെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്നോട് പിന്നെയും ചോദിക്കുകയാണ് വൈന്ന്. ഞാൻ എന്തിനാ റെസ്റ്റ് എടുക്കണമെന്ന് ചോദിക്കുകയാണ്. എന്താണ് ഇപ്പൊ ഈ കുട്ടീനോട് പറയുക, അല്ലെ. എപ്പോഴും ഈ കുട്ടി വൈ, വാട്ട്, വേർ എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, aren't you tired? നീ ക്ഷീണിച്ചില്ലേ, അല്ലെ. ക്ഷീണിച്ചിരിക്കല്ലേ നീ എന്ന് ചോദിക്കുകയാണ്. സോ അപ്പം മൈന എന്താ ചെയ്തതെന്നറിയോ? ഷീ shook her head vigorously. ശക്തമായി ആ കുട്ടി ഇങ്ങനെ തലയാട്ടാണ്. vigorously എന്ന് പറഞ്ഞാൽ എന്താ? ശക്തമായി. അതിശക്തമായി ആ കുട്ടി തല ഇങ്ങനെ ആക്കാണ്. എനിക്ക് ക്ഷീണമൊന്നും ഇല്ല, ഞാൻ ടയേർഡല്ല, ഞാൻ ഫുൾ എനർജറ്റിക് ആണ്, ഫുൾ ആണെന്ന് പറയാണല്ലേ. ആർക്കാണ് ക്ഷീണം? എനിക്കൊരു ക്ഷീണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്? ഷീ shook her head vigorously shook her head എന്ന് പറഞ്ഞാൽ എന്താ? തല ഇങ്ങനെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് തല കുലുക്കാണ്. ഇല്ല എന്ന് പറഞ്ഞിട്ട് തല കുലുക്കാണ്, അല്ലെ. കുറച്ച് വാശിക്കാരിയാണെന്ന് തോന്നുന്നു കുട്ടി, അല്ലെ. സോ തല കുലുക്കിയിട്ട് ആ കുട്ടി ചോദിക്കുകയാണ്, who will bring the gods home, collect firewood, fetch water and lead traps for the birds. ഞാൻ ഇവിടെ വന്ന് റെസ്റ്റ് എടുത്താലേ who will bring the gods home? ആടിനെയൊക്കെ ആര് വീട്ടിൽ കൊണ്ടാക്കും, അല്ലെ. ആട് മെയ്യാൻ പോകുന്ന ജോലിയൊക്കെ ഉണ്ട് ഈ കുട്ടിക്ക്. ഈ കുട്ടി ഫ്രീ ടൈമിൽ ആടൊക്കെ മെയ്യാൻ പോകും. അപ്പൊ ആടിനെയൊക്കെ ആര്
വീട്ടിൽ കൊണ്ടാക്കും. കളക്ട് ഫയർവുഡ്. ഫയർവുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറകുകൾ അല്ലെ. ആര് പോയിട്ട് വിറക് കളക്ട് ചെയ്യും? ഫെച്ച് വാട്ടർ. ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫെച്ച് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം കോരുക അല്ലെ. ആര് വെള്ളം കോരും? ലീഡ് ട്രാപ്സ് ഫോർ ദ ബേർഡ്സ്. പക്ഷികൾക്ക് ആര് കെണി വെക്കും? ഇതൊക്കെ ഞാനാണ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്താൽ ഇതൊക്കെ നിങ്ങൾ ചെയ്യും? അങ്ങനെ ചോദിച്ചില്ല, എന്നാലും ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്താൽ ഇതൊക്കെ ആര് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അല്ലെ. കീപ് ദ ക്വസ്റ്റ്യൻസ് വൺ ആഫ്റ്റർ ദ അനദർ. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇവളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ നിന്നാലേ അവിടെ ആര് പോയിട്ട് ആ പണി ചെയ്യും അല്ലെ? ആര് പോയിട്ട് ആടിനെ മേയ്ക്കും? വെള്ളം നിങ്ങൾ കോരോ അല്ലെ? ഇതാ കീടി നിങ്ങൾ വെക്കോ എന്ന് ചോദിച്ചിട്ട് വൺ ആഫ്റ്റർ ദ അനദർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൊയ്ന അറ്റൻഡഡ് ദ ഗോഡ്സ് ഓഫ് ദ ബാബൂസ്, ദ വില്ലേജ് ലാൻഡ് ലോർഡ്സ്. ലാൻഡ് ലോർഡ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഭൂ ഉടമകൾ അല്ലെ. അപ്പൊ ആ സമയത്ത് ഒരു പ്രജാപതി എന്നല്ല, ആ ഒരു നാട് അല്ലെങ്കിൽ അതൊക്കെ ഭരിക്കുന്ന അല്ലെങ്കിൽ കുറെ സ്ഥലങ്ങളൊക്കെ ഓൺ ചെയ്യുന്ന ഒരു ഭൂ ഉടമകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് മണി എടുക്കുന്നതായിരിക്കും ഈ ആളുകൾ അല്ലെ. അപ്പൊ ഈ ബാബൂസ് എന്നാണ് അവരെ വിളിക്കുക. അപ്പൊ ബാബൂസിന് കുറെ ഗോഡ്സ് ഉണ്ട്. ആ ഗോഡ്സിനെ നോക്കുന്നതും അതിനെ ടെൻഡഡ് എന്ന് പറഞ്ഞാൽ അതിനെ കെയർ ചെയ്യുന്നതും അതിനെ പരിപാലിക്കുക എന്ന് പറയും അല്ലെ മലയാളത്തിൽ. അതിനെ പരിപാലിക്കുന്നതും ഒക്കെ ആരാണ്? നമ്മുടെ മൊയ്നയാണ്. മൊയ്നയുടെ ജോലിയാണത് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആരാടുകളെ പരിപാലിക്കും എന്നതാ ചോദിക്കുകയാണ് അല്ലെ. മൊയ്നയാണ് ഇതുപോലെയുള്ള ഗോഡ്സിനെ നോക്കിക്കൊണ്ടിരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആടിനെ പരിപാലിച്ചുകൊണ്ടിരുന്നത്. സോ എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല, ഇതൊക്കെ ആര് ചെയ്യും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. സോ മൊയ്ന, don't forget to thank the babu for the rice he sent us, said Giri. അപ്പൊ എനിക്കിതാ കുറെ ജോലിയുണ്ട്, ഞാൻ ജോലി ചെയ്യാൻ പോവാണ് എന്നൊക്കെ മൊയ്ന പറയുന്നത് കേട്ടപ്പോ അമ്മ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണേ, മൊയ്ന മോളെ, കഴിഞ്ഞ ആഴ്ച ആ ഒരു ലാൻഡ് ലോഡ് നമ്മുടെ ഭൂവുടമ നമുക്ക് കുറച്ച് അരി കൊടുത്തു വിട്ടില്ലായിരുന്നോ? അതുകൊണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് താങ്ക്സ് പറയണം. അദ്ദേഹത്തിനോട് എൻ്റെ വക നന്ദി പറഞ്ഞേക്കൂ, അല്ലെങ്കിൽ അരി കൊടുത്തു വിട്ടതിന് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞേക്കൂ എന്നതാ അമ്മ പറഞ്ഞു വിടുന്നുണ്ട്. ആരോടാ പറഞ്ഞു വിടുന്നേ? മൊയ്നയോടാണല്ലേ. അപ്പൊ മൊയ്നതാ പിന്നെയും ചോദിക്കാണ്, വൈ ഷുഡ് ഐ? ഞാനെന്തിനു നന്ദി പറയണം അല്ലെ? അദ്ദേഹം സീഡ്സ് കുറച്ച് അയച്ചതിന്, അല്ലാന്നുണ്ടെങ്കിൽ റൈസ് കൊടുത്ത് അയച്ചതിന് ഞാനിപ്പൊ എന്തിനു നന്ദി പറയണം? മൊയ്ന സെഡ്. തിരിച്ചു മൊയ്ന ചോദിക്കുകയാണ്, ഡോണ്ട് ഐ സ്വീപ് ദ കൗ ഷെഡ് ആൻഡ് ഡു 1,000 ജോബ് ഫോർ ഹിം? ഡസ് ഹി എവർ താങ്ക് മീ? വൈ ഷുഡ് ഐ? എന്താ ചോദിക്കുന്നത്? ഡോണ്ട് ഐ സ്വീപ് ദ കൗ ഷെഡ് ആൻഡ് ഡു 1,000 ജോബ് ഫോർ ഹിം? ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ കൗ ഷെഡ് എന്ന് പറഞ്ഞാൽ എന്താ? പശുക്കൾക്ക് ഉണ്ടാവുന്ന ആല അല്ലെ. ആ പശുക്കൾ ഉണ്ടാവുന്ന കൗഷഡ് ഞാൻ എപ്പോഴും തുടയ്ക്കല്ല തൂക്കാറില്ലേ അല്ലെ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ 1000 ജോലികൾ ചെയ്യാറില്ലേ. ഇത്രയൊക്കെ ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഒരു വട്ടം എന്നോടൊരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഡസ് ഹി എവർ താങ്ക് മീ? എപ്പോഴെങ്കിലും എന്നോട് നന്ദി വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്തിനാ തിരിച്ച് നന്ദി പറയുന്നത്? ലോജിക്കലി ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഇത്രയും ജോലികൾ ചെയ്തിട്ട് മൊയ്നയോട് താങ്ക്സ് പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ അരി കൊടുത്തു വിട്ടതിന്? അല്ലെങ്കിൽ ചെയ്ത ജോലിക്ക് പകരമായിട്ടായിരിക്കും ഈ അരി കൊടുത്തു വിട്ടിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അരി കൊടുത്തു വിട്ടതിന് ഞാൻ എന്തിനാ നന്ദി പറയുന്നത്? ഞാൻ തിരിച്ച് ജോലികൾ അദ്ദേഹത്തിന് ചെയ്യാറില്ലേ, സഹായങ്ങൾ ചെയ്യാറില്ലേ അല്ലെ. അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു 1000 ജോലികൾ ഞാൻ ചെയ്തു കൊടുക്കാറില്ലേ, എന്നിട്ട് എന്നോട് നന്ദി പറയില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ തിരിച്ചു പറയുന്നത് എന്ന് മൈന ചോദിക്കുകയാണ് അല്ലെ. സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന സംശയങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടിയാലേ ആ കുട്ടിക്ക് പുതിയ ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ അല്ലെ. സെയിങ് ദിസ് മൊയ്ന ran off. ഇത്രയും പറഞ്ഞുകൊണ്ട് മൊയ്ന അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം, ഓടടാ ഓട്ടം അല്ലെ. ഞാനെങ്ങനെ നന്ദി പറയില്ലേ അല്ലെ, പട്ടി പറയും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് ഓടുകയാണ് അല്ലെ. മൊയ്ന ഹാഡ് എ നമ്പർ ഓഫ് അതർ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിന് പുറമെ വേറെയും കുറേ ക്വസ്റ്റ്യൻസ് മൊയ്നയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെ. കുറേ അധികം ക്വസ്റ്റ്യൻസ് മൊയ്നയ്ക്ക് ചോദിക്കാറുണ്ട്. ഷി പുട്ട് ദീസ് ക്വസ്റ്റ്യൻസ് ടു പീപ്പിൾ അറൗണ്ട് ഹർ. ഈ ചോദ്യങ്ങളൊക്കെ അവൾ എന്ത് ചെയ്തു? ഷി പുട്ട് ദീസ് ക്വസ്റ്റ്യൻസ് ടു പീപ്പിൾ അറൗണ്ട് ഹർ. അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് അമ്പയുന്ന പോലെ വൈ 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 എന്ന് പറഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആ കുട്ടി ചോദിക്കാറുമുണ്ട്. വൈ ഡു ഐ ഹാവ് ടു വാക്ക് സോ ഫാർ ടു ദ റിവർ ടു ഫെച്ച് വാട്ടർ? ആ കുട്ടി ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും ദൂരം നടന്ന് ആ നദിയിൽ പോയി വെള്ളം കോരിക്കൊണ്ട് വരേണ്ട അവസ്ഥ എന്താ അല്ലെ? എന്തുകൊണ്ടാണ് ഇവിടെ വെള്ളമില്ലാത്തത്? അല്ലെങ്കിൽ ഇവിടെ കിണറില്ലാത്തത് എന്താണ്? അങ്ങനെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ആ കുട്ടിക്കുണ്ട്. ഇത്രയും ദൂരം നടന്നു പോയി ഞാൻ വെള്ളം കോരി കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് വരുന്നത് എന്തിനാണ്? ആ കുട്ടിയുടെ സംശയമാണ്. സ്വാഭാവികമാണ് അല്ലെ. വൈ ഡു വി ലീവ് ഇൻ എ ലീവ് ഹട്ട്? അപ്പൊ ചോദിക്കുകയാണ്,
നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഓല മേഞ്ഞ ആ ഒരു കുടിലിൽ താമസിക്കുന്നത്? നമ്മളൊക്കെ എന്തുകൊണ്ടാണ് പൈസ ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കുകയാണല്ലേ. വൈ ക്യാൻ വി ഈറ്റ് റൈസ് ട്വൈസ് എ ഡേ? എന്തുകൊണ്ടാണ് നമുക്ക് 2 നേരം അരി ഭക്ഷണം കഴിക്കാത്തത്? അമ്മ പറയുന്നുണ്ട്, അരി കൊടുത്തു വിട്ട ആളോട് നന്ദി പറയാൻ പറയുന്നുണ്ടല്ലേ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് എന്നും അരി കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇതാ പുവറായിട്ടുള്ള ആൾക്കാരാണ്. 2 നേരം അവർക്ക് അരി കഴിക്കാൻ ചിലപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള പൈസ അവരുടെ കയ്യിൽ ഇല്ലായിരിക്കും. അപ്പൊ ഈ കുട്ടി ചോദിക്കുകയാണ്, നമ്മൾ എന്തുകൊണ്ടാണ് 2 നേരം, ചോയ്സ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? 2 നേരം അല്ലെ. യെസ്, 2 നേരം നമ്മൾ എന്തുകൊണ്ടാണ് അരി കഴിക്കാത്തത്, അരി കഴിക്കാൻ പറ്റാത്തത്? നോ വണ്ടർ ദ പോസ്റ്റ് മാസ്റ്റർ കോൾ ഹർ ദ വൈ വൈ ഗേൾ. കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ നാട്ടിലെ പോസ്റ്റ് മാസ്റ്റർ ഈ കുട്ടിയെ വിളിക്കുന്ന പേരാണ് വൈ വൈ ഗേൾ. അതാണ് മക്കളെ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, വൈ വൈ ഗേൾ. അപ്പൊ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് പോസ്റ്റ് മാസ്റ്റർ അവളെ വൈ വൈ ഗേൾ എന്ന് വിളിച്ചത് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം എന്താ? അതാണ് കുട്ടിയുടെ കയ്യിലിരിപ്പ് അല്ലെ. എപ്പോഴും എന്തുകൊണ്ട് അത് ചെയ്യുന്നു? ഞാൻ എന്തുകൊണ്ട് വെള്ളം കോരണം? ഞാൻ എന്താ അവിടെ പോകുന്നത്? നമ്മളെന്താ 2 നേരം ഭക്ഷണം കഴിക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പാവപ്പെട്ടവരായിട്ടിരിക്കുന്നത്? നമ്മൾ കുടിലിൽ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഈ കുട്ടി ചോദിക്കുന്നതുകൊണ്ട്, ചുറ്റുമുള്ള എല്ലാവരോടും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ ഒരു പേരിട്ടു. കത്ത് കൊടുക്കുന്ന ആളല്ലേ. അപ്പൊ നമ്മുടെ കത്തൊക്കെ വരുമ്പോ എവിടെയാ? പോസ്റ്റ് മാസ്റ്ററിന്റെ കയ്യിലാണ് എത്തുക. പോസ്റ്റ്മാനാണ് നമുക്ക് കത്തുകൾ കൊണ്ട് തരാം. സോ ആ നാട്ടിലെ പോസ്റ്റ് മാസ്റ്റർ ഈ കുട്ടിക്ക് ഒരു പേരും ഇട്ടു, വൈ വൈ ഗേൾ. യെസ്, ക്ലിയർ ആണോ? സോ നിങ്ങളുടെ വായിച്ചു തരാം. ഏതെങ്കിലും വാക്കുകളിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. മൊയ്ന, don't forget to thank the babu for the rice he sent us, said Kiri. Why should I? Moina said, Doesn't I sweep the cowshed and do 1,000 stuff for him? Does he ever thank me? Why should I? Saying this, Moina ran off. Moina had a number of questions. She put these questions to people around her. Why do I have to walk Why do I have to walk so far to the river to fetch water? Why do we live in a leaf hut? Why can't we eat rice twice a day? No wonder the postmaster called her the why girl. ക്ലിയർ? ഇത്രയും പോർഷൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആണോ? സെറ്റ് ആണോ? നമ്മുടെ വൈ ഗേൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കിങ്ങനെ എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അത് ഇതുപോലെ ഈ കുട്ടിയുടെ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ എപ്പോഴും ചുറ്റും സംശയങ്ങൾ ഉണ്ടാവാറുള്ള ആൾക്കാരാണോ നിങ്ങൾ? ഈ കൂട്ടത്തിൽ ഒന്നാണോ നിങ്ങൾ? യെസ്, ക്ലിയർ ആണ് ഹിസ് കുട്ടി. യെസ്, ഫെച്ച് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം കോരുക എന്നാണ് കേട്ടോ. ടു കളക്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എടുക്കുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഫെച്ച് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം കോരുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ നിയുക്ത കുട്ടി? സെറ്റ്. വേറെ ഏതെങ്കിലും വാക്കുകൾ ഡൗട്ട് ഉണ്ടോടാ? മിസ് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഓരോ പോർഷനും കഴിയുമ്പോൾ ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നത് ഒരാൾക്ക് പോലും മിസ്സാവരുത്. ചിലർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, ചിലർക്ക് 1-2 തവണ പറഞ്ഞാലേ മനസ്സിലാവുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടാണ് മിസ് ഓരോ പോർഷൻ കഴിയുമ്പോൾ മനസ്സിലായോ ക്ലിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മിസ് അടുത്ത പോർഷനിലേക്ക് പോവുക. ഓക്കെ, സെറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞാലാണ് മിസ്സിന് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാ. ക്ലിയർ ആണെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് തരണം? മിസ്സിന് ബ്ലൂ ഹാർട്ട് തരണം. മിസ് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്, മിസ്സിന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ഒക്കെ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, യെസ്, സെറ്റ് ആണ്. ഓക്കെ, ഉഷാർ. സെറ്റ്. ഓക്കെടാ. അങ്ങനെയാണെങ്കിൽ ഈ വൈ ഗേൾ ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ കുട്ടിക്ക് സംഭവിക്കാൻ നമുക്ക് നോക്കാം അല്ലെ. പിന്നല്ലാതെ. യെസ്, റിൻഷയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം. നെക്സ്റ്റ് പോർഷൻ നോക്കാം. എന്താണ് ഈ കുട്ടി ഒപ്പിച്ചു വെക്കാൻ പോണ അടുത്ത സംശയം, അടുത്ത പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, ഓക്കെടാ. ഇത് നോക്കിക്കേ. One day Moina came to live with me in my hut. എങ്ങനെ ഇരിക്കണു? അങ്ങനെ ഒരു ദിവസം മൊയ്നത എൻ്റെ കുടിൽ താമസിക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നു. എല്ലാവരോടും സംശയങ്ങൾ ചോദിക്കുന്ന കുട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഈ കുട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നത്? യെസ്. അപ്പൊ നമ്മുടെ ഓതറിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം താമസിക്കാൻ വന്ന് എത്തിയിരിക്കുകയാണ് ആര്? നമ്മുടെ മൊയ്ന. ബാക്കിയുള്ളത് കണ്ടറിയണം കോശി എന്ന് പറയുന്ന പോലെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? Our Samati teacher Malati said to me, she'll exhaust you with her voice.
അവിടെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോ തന്നെ സമിതിയിലുള്ള ടീച്ചർ മാലതി ടീച്ചർ ഒരു കുടുംബശ്രീ ആണെന്ന് തോന്നുന്നു അല്ലെ. കുടുംബശ്രീ എന്ന് പറഞ്ഞ മിസ് വേറൊന്നും കൊണ്ടല്ല, സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത് കുടുംബം ഓരോ പരദൂഷണങ്ങളൊക്കെ പറയാറുള്ളത് പോലെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആയതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ മാലതി ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്, ഷീ വിൽ എക്സോസ്റ്റ് യു വിത്ത് ഹെർ വോയിസ് അല്ലെ. മാലതി ടീച്ചർ പറയാണ്, ഈ കുട്ടി ഇന്ന് നിന്റെ വീട്ടിലേക്ക് വന്നാല് ഇതുപോലെ ഓരോരോ വൈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിന്നെ എക്സോസ്റ്റ് ചെയ്യും. പറഞ്ഞാൽ എന്താ, ക്ഷീണിപ്പിക്കുക. നമ്മൾ എക്സോസ്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, ടയേർഡ് ആവുക എന്നാണ് കേട്ടോ അർത്ഥം. സോ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇന്ന് നിന്റെ കാര്യം പുകയാണ് മോളെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്താ, ഈ കുട്ടിക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ സംശയം ആയതുകൊണ്ട് ഇന്ന് മോളെ നിന്റെ കാര്യം പുകയാണ് എന്ന് അവര് പറയാണ്. നമ്മുടെ മാലതി ടീച്ചർ ഓൾറെഡി വാൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം വിത്ത് മൊയ്ന. ഇവര് പറഞ്ഞതുപോലെ ഒന്നല്ല, മൊയ്നയുടെ കൂടെ എനിക്ക് നല്ല സമയമായിരുന്നു, അല്ലെങ്കിൽ വണ്ടർഫുൾ ടൈം ആണ് ഞാൻ അവളോട് സ്പെൻഡ് ചെയ്തത്. വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ അത്ഭുതകരം, സന്തോഷകരം എന്നാണ്. സോ മൊയ്നയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്ന സമയം മൊത്തം നല്ലതായിട്ടാണ് സ്പെൻഡ് ചെയ്തത് അല്ലെ. വൺ നൈറ്റ് ഷീ ആസ്ക്ഡ് മീ, വൈ ഡു യു റീഡ് ബുക്സ് ബിഫോർ യു ഗോട്ട് ടു സ്ലീപ്പ്. അങ്ങനെ ഒരു ദിവസം രാത്രി മൊയ്ന എന്നോട് ചോദിച്ചു, വൈ ഡു യു റീഡ് ബുക്സ് ബിഫോർ യു ഗോട്ട് ടു സ്ലീപ്പ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും പുസ്തകം വായിക്കുന്നത് എന്ന് വളരെ ക്യൂരിയസ്ലി നമ്മുടെ മൊയ്ന ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ ഞാൻ മൊയ്നയോട് പറഞ്ഞു, ബിക്കോസ് ബുക്സ് ഹാവ് ദ ആൻസേഴ്സ് ടു യുവർ വോയിസ്, ഐ റിപ്ലൈഡ്. കാരണം നിന്റെ ഈ വൈ എന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എവിടെയുണ്ട്, പുസ്തകങ്ങളിലുണ്ട്. ആൻഡ് ഫോർ വൺസ് മൊയ്ന വാസ് സൈലന്റ് ഫോർ എ മൊമെന്റ്. ആദ്യമായിട്ട് മൊയ്ന എന്തായി, സൈലന്റ് ആയി. കുറച്ചു നേരം അവളിങ്ങനെ ചിന്തിച്ചു അല്ലെ. നമുക്കറിയാം ഓരോ പുസ്തകങ്ങളിലും ഓരോ കഥയുണ്ടാവും, ഓരോ വിവരങ്ങൾ ഉണ്ടാവും, ഓരോ ഇൻഫർമേഷൻസ് ഉണ്ടാവും, ഓരോ അറിവുകൾ ഉണ്ടാവും അല്ലെ. ഓരോ അറിവും കിട്ടും തോറും നമ്മൾ എന്താണ്, കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. സോ ആ കുട്ടിക്ക് അറിയാത്ത കാര്യങ്ങൾ എപ്പോഴും വൈ എന്ന് പുറത്ത് ചോദിക്കുന്ന കാര്യങ്ങളുടെ ആൻസേഴ്സ് എവിടെ ഉണ്ടാവും, പുസ്തകങ്ങളിൽ ഉണ്ടാവും. ഈ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഈ വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരില്ല, അതിന്റെ ആൻസേഴ്സ് കിട്ടും. സോ എന്തുകൊണ്ടാണ് പുസ്തകം വായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാൻ റിപ്ലൈ ചെയ്തു, നിന്റെ വൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് ഈ പുസ്തകങ്ങളിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പുസ്തകം വായിക്കുന്നത്. Then she said, I will learn to read and find the answers to my questions. So ആദ്യമായിട്ട് ആ കുട്ടിക്ക് എന്ത് തോന്നി, വായിക്കാൻ പഠിക്കണം തോന്നി അല്ലെ. പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, വായിക്കണം എന്ന് അറിയണം, അക്ഷരങ്ങൾ വായിക്കാനോ എഴുതാനോ അറിയണം അല്ലെ. സോ ആ കുട്ടിക്ക് വായിക്കാൻ പഠിക്കാൻ ആഗ്രഹമായി. ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ് ടു മൈ ക്വസ്റ്റ്യൻസ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്റെ വായി എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ ബാക്കിയുള്ളവരോട് ചോദിക്കേണ്ട, എന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ എനിക്ക് തന്നെ കിട്ടുമല്ലേ. ഈ യുറേക്ക, എന്ത് വില കൊടുത്തിട്ടും വായിക്കാൻ പഠിക്കണം എന്നൊരു മൈൻഡായി ആർക്ക്, നമ്മുടെ മൊയ്നയ്ക്ക് അല്ലെ. ഇനി എന്ത് വില കൊടുത്തും പഠിക്കണം സാറേ അല്ലെ. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ പഠിക്കാൻ തുടങ്ങി, പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, ഈ ലോകത്തുള്ള എല്ലാത്തിനെ പറ്റിയിട്ടും അറിയാൻ തുടങ്ങി, പുതിയ ഇൻഫോർമേഷൻസ് കിട്ടാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും അവൾക്ക് വൈ എന്നുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ബാക്കിയുള്ളവരോട് ചോദിക്കേണ്ടി വരില്ല അല്ലെ. അവൾക്ക് തന്നെ കിട്ടാൻ തുടങ്ങി, പുതിയ പുതിയ കാര്യങ്ങൾ അവൾ അറിയാൻ തുടങ്ങി അല്ലെ. So when Moina graced the gods, she told the other children all that she had learned from me. Moina graced the gods എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രേസി എന്ന് പറഞ്ഞാൽ എന്താ, മേയ്ക്കുക. ആട് മേയ്ക്കാൻ പോവാന്ന് കേട്ടിട്ടുണ്ടോ. ആടിനെയൊക്കെ മേയ്ക്കില്ലേ, കന്നുകാലികളെ ഭക്ഷണമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവരെ പുല്ല് തിന്നാൻ വിടുന്നതിനെയാണ് മേയ്ക്കുക എന്ന് നമ്മൾ പറയുന്നത്. കാനന ഛായയിൽ ആടു മേയ്ക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ, പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ആ ഛായയിൽ ആട് മേയ്ക്കാൻ പോകുന്നതിനെയാണ് അല്ലെ നമ്മൾ ഗ്രേസ് ചെയ്യുക അല്ലെങ്കിൽ ആട് മേയ്ക്കുക എന്ന് പറയുന്നത്. When Moina graced the gods, she told the other children that all that she had learned from me. എൻ്റെ അടുത്തുനിന്ന് പഠിച്ച ഓരോ കാര്യങ്ങളും അവൾ ആട് മേയ്ക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അല്ലെ. അവൾക്ക് കിട്ടിയ അറിവ് അവൾ ബാക്കിയുള്ളവരോട് പറയാൻ തുടങ്ങി. അവൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത് നോക്കിക്കേടാ. Many stars are bigger than the sun. സൂര്യനെക്കാട്ടിലും വലിയ കുറേ നക്ഷത്രങ്ങളുണ്ട്. സൂര്യനെക്കാട്ടിലും വലിയ നക്ഷത്രങ്ങൾ വേറെ കുറേ ഉണ്ട്. But they are far away. പക്ഷെ ആ നക്ഷത്രങ്ങളൊക്കെ ഒത്തിരി ദൂരെയാണ്. So they look small. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അവ ചെറുതായിട്ട് കാണുന്നത് അല്ലെ. സൂര്യനെക്കാട്ടിലും വലിയ നക്ഷത്രങ്ങളാണ്, പക്ഷെ നമ്മുടെ ഭൂമിയെക്കാട്ടിലും ഒത്തിരി ദൂരെ ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അത് ചെറുതായിട്ട് കാണും. Sun is nearer, so it looks bigger. നമ്മുടെ അടുത്തുനിന്ന്
നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെ വലുതായിട്ട് കാണുന്നത് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാർ സൂര്യൻ ആയതുകൊണ്ടാണല്ലേ. അപ്പൊ സൂര്യനെക്കാട്ടിലും വലിയ കുറേ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും അത് ദൂരെ ആയതുകൊണ്ടാണ് അത് ചെറുതായിട്ട് കാണുന്നത്. നമ്മുടെ ഭൂമിയോട് അടുത്ത് നിൽക്കുന്നത് സൂര്യൻ ആയതുകൊണ്ടാണ് അത് വലുതായിട്ട് കാണുന്നത് എന്നൊക്കെ ഈ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ ഈ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ദ ഫിഷ് ഡു നോട്ട് സ്പീക്ക് ലൈക്ക് us. എന്താണ്? നമ്മളെ പോലെ നമ്മളിതാ ഇങ്ങനെ ഹായ് ഹലോ ഒക്കെ പറയുന്ന പോലെ നമ്മുടെ ഭാഷയല്ല ഫിഷ് സംസാരിക്കുന്നത്. ഉറുമ്പുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പക്ഷികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നായ്ക്കൾ കുരയ്ക്കുന്നത്, പൂച്ച കരയുന്നത്, ഇതൊക്കെ അവരുടെ ഭാഷയിലാണ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണല്ലേ. സോ ഇതുപോലെ ഫിഷ് നമ്മളെ പോലെ അല്ല സംസാരിക്കുന്നത്. അവർക്ക് വേറെ ലാംഗ്വേജ് ഉണ്ട്, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേറെയാണ്. അത് സൈലന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. എർത്ത് റൗണ്ട് ആണ്, ഭൂമി ഉരുണ്ടതാണ് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പഠിച്ച കാര്യങ്ങൾ, ആ കുട്ടിയുടെ വായിന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ്, ബുക്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ആ കുട്ടി എന്ത് ചെയ്യാണ്? ഓരോരുത്തരോടായിട്ട് പറഞ്ഞു കൊടുക്കാണ്. മനസ്സിലായോ? ഇത്രയും പോർഷൻ മനസ്സിലായോടെ കുട്ടാ? ഒന്നും കൂടെ വായിച്ചു തരാട്ടോ. Yes. One day, Moira came to live with me in my hut. Our Samati teacher, Malati, said to me, she'll exhaust you with her voice. Exhaust എന്ന് പറഞ്ഞാൽ ക്ഷീണിപ്പിക്കുക, tired ആവുക. But I had a wonderful time with Moira. One night she asked me, why do you read books before you go to sleep? Because books have answers to your voice, I replied. And for once, Moina was silent for a moment. Then she said, I will learn to read and find the answers to my questions. When Moina graced the gods, she told other children that all she had learned from me. Many stars are bigger than the sun, but they are far away, so they look small. Sun is nearer, so it looks bigger. The fish do not speak like us. They have a fish language, which is silent. The earth is round. Did you know that? അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ക്ലിയർ ആണോ ഇത്രയും പോർഷൻസ്? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ഏതെങ്കിലും വാക്കുകൾ സംശയം ഉണ്ടോടാ? ക്ലിയർ, സെറ്റാണ്. സെറ്റാണെങ്കിൽ എന്ത് തരും? കമന്റ് ബോക്സിലെ മിസ്സിന് എന്താ തരാൻ പോണേ? എവിടെ മിസ്സിന്റെ ബ്ലൂ ഹാർട്ട് എവിടെ? യെസ്, ഓക്കെ, ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓക്കെ ഡ, എങ്കിൽ നമുക്ക് ബാക്കി നോക്കാം അല്ലേ. ബാക്കി പോർഷൻ നോക്കിക്കേടാ. സോ I returned to the village a year later. അങ്ങനെ മൊയിനെ പറ്റിയിട്ട്, മൊയിനെ എന്താ അടുത്ത് വരുമ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. കിട്ടുന്ന പുതിയ കാര്യങ്ങൾ ആ കുട്ടി ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞാൻ തിരിച്ചെന്റെ നാട്ടിലേക്ക് പോയി. ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്? ഒരു വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ആ വില്ലേജിലേക്ക് തിരിച്ചു വന്നു അല്ലെ. അങ്ങനെ ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. യെസ്, ഓക്കെ, ഡൗട്ട് ഇല്ല. ഓക്കേടാ. അപ്പൊ ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. വൺ ഈവനിങ് ഐ വിസിറ്റഡ് മൊയ്ന അറ്റ് ഹെർ ഹോം. അങ്ങനെ ഒരു വൈകുന്നേരം ഞാൻ എന്ത് ചെയ്തു? മൊയ്ന ഇപ്പൊ എന്തെടുക്കായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ആ കുട്ടിയുടെ അവസ്ഥ എന്നറിയാൻ ഒരു വൈകുന്നേരം ആ കുട്ടിയെ ഞാൻ വീട്ടിൽ പോയി കണ്ടു. ഷീ വാസ് സിറ്റിംഗ് ഇൻ ദ കിച്ചൺ വിത്ത് ഹെർ ലിറ്റിൽ സിസ്റ്റർ ആൻഡ് എൽഡർ ബ്രദർ. അവൾ എന്ത് ചെയ്യാണ്? കിച്ചണില് ലിറ്റിൽ സിസ്റ്റർ, ഇളയ അനിയത്തിയുടെയും എൽഡർ ബ്രദർ, മൂത്ത സഹോദരന്റെയും കൂടെ അടുക്കളയിൽ ഇരിക്കുകയാണ്. ആൻഡ് സ്പീക്കിംഗ് ടു ദം ലൈക്ക് എ ടീച്ചർ. മാത്രമല്ല അവരോട് ഒരു ടീച്ചറിനെ പോലെ, ഒരു അധ്യാപികയെ പോലെയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത് നോക്കണേ. യു കട്ട് വൺ ട്രീ ആൻഡ് പ്ലാന്റ് അനദർ ടു. നിങ്ങൾ ഒരു മരം വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 2 മരം നിങ്ങൾ വെച്ച് പിടിപ്പിക്കണം. യു വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ യു ഈറ്റ്. ഡു യു നോ വൈ? നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ്, ഞം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൈകൾ നന്നായിട്ട് കഴുകണം. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇല്ലെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്റ്റൊമക്ക് ഏക്ക് ഇഫ് യു ഡോണ്ട്. സ്റ്റൊമക്ക് ഏക്ക് എന്ന് പറഞ്ഞാൽ എന്താടാ? ഏക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വയറ് വേദന അല്ലെ. ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തലവേദന അല്ലെ. അപ്പൊ ഈക്ക് എന്ന് പറഞ്ഞാൽ വേദന എന്നാണ് കേട്ടോ അർത്ഥം. സോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ വൃത്തിയായി കഴുകിയില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് വയറുവേദന വരും. കാരണം എന്താ? കയ്യിലുള്ള രോഗാണുക്കളൊക്കെ വയറ്റി ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖം വരും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. കിട്ടിയ അറിവൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. യു നോ നത്തിങ്
Do you know why? നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങളൊക്കെ മണ്ടന്മാരാ. എന്തുകൊണ്ടാണെന്ന് അറിയോ? ബിക്കോസ് യു ഡോണ്ട് അറ്റൻഡ് ക്ലാസ്സസ് അറ്റ് സമതി. നിങ്ങൾ സമതിയിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും അറിയാത്തത്, അല്ലെ? നിങ്ങൾ ഇതൊന്നും ചോദിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും അറിയാണ്ട് ഞാൻ പറഞ്ഞു തരേണ്ടി വരുന്നത് എന്താ? നിങ്ങൾ ഇതാ പഠിക്കാത്തത് കൊണ്ടാണ്, നിങ്ങളൊക്കെ മണ്ടന്മാരാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും കിട്ടിയ അറിവുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കുട്ടി. മൊയ്ന വാസ് ഗിവിംഗ് ആൻസേഴ്സ് ടു ഓൾ ഹെർ വൈസ്. അവളുടെ എല്ലാ വൈ എന്നുള്ള ചോദ്യത്തിനും അവള് തന്നെ ആൻസേഴ്സ് പറയുകയാണ്. ഇപ്പൊ അവൾക്ക് വൈ എന്ന് ചോദിക്കേണ്ടി വരുന്നില്ല, കാരണം അവൾക്ക് അറിയാം അതിന്റെ ആൻസേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കണം. ആ കുട്ടി പുതിയ പുതിയ ഇൻഫർമേഷൻസ് പഠിക്കുന്നുണ്ട്, ബുക്സ് വായിക്കുന്നുണ്ട്, അല്ലെ? കുറേയധികം കാര്യങ്ങൾ ആ കുട്ടി കണ്ടുപിടിക്കുകയാണ്, അല്ലെ? When a primary school was set up in the village, Maya was the first girl to be admitted. അങ്ങനെ ആ വില്ലേജിൽ ഒരു പ്രൈമറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം പ്രൈമറി കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ പ്രൈമറി സ്കൂൾ അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഒക്കെ ഉണ്ട്. സോ ആ സ്കൂളിൽ ആദ്യം പോയി അഡ്മിഷൻ എടുത്ത ആരാണ്? നമ്മുടെ മൊയ്നയാണ്, അല്ലെ? When a primary school was set up in the village, Moina was the first girl to be admitted. അവിടെ അഡ്മിറ്റ് ആയ ആദ്യത്തെ കുട്ടി, അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയ ആഗ്രഹത്തോടു കൂടി പോയി കുട്ടി ആരായിരുന്നു? നമ്മുടെ മൊയ്നയാണ്. മൊയ്ന ഇപ്പോൾ വളർന്നു വലുതായി മക്കളെ, അല്ലെ? കാലം കടന്നുപോയി, മൊയ്ന വളർന്നു. മൊയ്നയ്ക്ക് ഇപ്പൊ 1, 2 ഒന്നല്ല, നോക്കൊക്കെ 18 വയസ്സ്, അല്ലെ? 18 years old. 18 വയസ്സായി മൊയ്നയ്ക്ക്. അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ചേർത്തു എന്നാണ്, സ്കൂളിൽ ചേർത്തു എന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? Yes. So Moina is 18 now. She teaches at Samadhi. ഇപ്പം ദാ മൊയ്ന ആരായി? ആ സമതിയില് ഒരു അധ്യാപികയായി മാറി. സമതിയിലെ ബാക്കിയുള്ള കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായി മാറി. ആരാ? നമ്മുടെ ദാ മൊയ്ന. If you pass by, you're sure to hear her impatient, demanding voice. അല്ലെ? ദാ സമതിയുടെ അടുത്തുകൂടെ എങ്ങാനും പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് മൊയ്നയുടെ ശബ്ദം കേൾക്കാം. അവർ impatient. What do you mean by impatient? Impatient എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷെ ഇതാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളോടാണ് എന്റെ ചോദ്യം. Impatient എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് അറിയോ? യെസ്, എന്താണ്? ആരാണ് ആദ്യ ആൻസർ പറയാന്ന് മിസ് നോക്കട്ടെ. ഇക്കഥയ്ക്ക് ഉത്തരം ചൊല്ലുവാൻ പോരാമോ? ഉത്തരം ഇല്ലെങ്കിൽ ഇല്ല സമ്മാനം. What do you mean by impatient? ആരും പറയാത്ത സ്ഥിതിക്ക് മിസ് തന്നെ പറയാം, ക്ഷമയില്ലാത്തത്. എംപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലായ്മ എന്നാണ് കേട്ടോ. അപ്പൊ അതിലും വഴി എങ്ങാനും നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ ക്ഷമയില്ലാത്ത ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആജ്ഞാപിക്കുന്ന പോലെ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ചോദിച്ചു വാങ്ങുകയാണ്, എപ്പോഴും ഡിമാൻഡ് ചെയ്യാണ്. എന്താണ്? ഡോണ്ട് ബി ലേസി, ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. എന്താ പറയുന്നത്? നിങ്ങൾ മടിയന്മാരാവരുത്. ലേസി എന്ന് പറഞ്ഞാൽ എന്താ? മടിയൻ അല്ലെങ്കിൽ മടിയുള്ളവർ. നിങ്ങള് ലേസി ആവരുത്, എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. ആസ്ക് മീ ക്വസ്റ്റ്യൻസ്, അല്ലെ? നിങ്ങൾ ഇതാ ഞാൻ ചോദിക്കുന്നത് പോലെ വൈ എന്ന് ചോദിക്കൂ. പുതിയ കാര്യങ്ങൾ അറിയൂ, നിങ്ങളുടെ സംശയങ്ങൾ മാറ്റൂ. ഇങ്ങനെ മടിയന്മാരായിട്ട് ഇരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്? ഇംപേഷ്യന്റ് ആയിട്ടും ഡിമാൻഡിങ് ആയിട്ടും അവിടെയുള്ള കുട്ടികളോട് പറയുകയാണ്. ആസ്ക് മീ വൈ മൊസ്കിറ്റോസ് ഷുഡ് ബി ഡിസ്ട്രോയ്ഡ്. എന്നോട് ചോദിക്കൂ, എന്തുകൊണ്ടാണ് നമ്മൾ കൊതുകിനെ നശിപ്പിക്കേണ്ടത്? വാട്ട് യു മീൻ ബൈ ഡിസ്ട്രോയിങ്? നശിപ്പിക്കുക. എന്തുകൊണ്ട് നമ്മൾ കൊതുകിനെ നശിപ്പിക്കണം? അല്ലെങ്കിൽ കൊതുകിനെ നശിപ്പിച്ചില്ലെങ്കിൽ എന്താണ് നമുക്ക് വരാൻ പോകുന്ന അസുഖങ്ങൾ? ചോദിക്കൂ, എന്നോട് ചോദിക്കൂ. വൈ ദ പോൾ സ്റ്റാർ ഈസ് ഓൾവേസ് ഇൻ ദ നോർത്തേൺ സ്കൈ. പോൾ സ്റ്റാറിനെ എപ്പോഴും നോർത്തേൺ സ്കൈയിൽ മാത്രം കാണുന്നത് എന്തുകൊണ്ടാണ്? എന്നോട് ചോദിക്കൂ. അല്ല, നിങ്ങൾ ഇങ്ങനെ മടിയന്മാരായിട്ട് ഇരിക്കരുത്, പുതിയ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ, പുതിയ കാര്യങ്ങൾ അറിയൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഇംപേഷ്യന്റ് ആയിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണ നിങ്ങളോടും പറയുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കൂ. യെസ്, ആ കുട്ടി വളർന്നു, അല്ലെ? വളർന്നു വലുതായി ഒരു ടീച്ചറായി എന്നാണ് പറയുന്നത്. സോ ഇത്രയും പോർഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നും കൂടെ വായിച്ചു തരാം. Yes, I returned to the village a year later. One evening, I visited Moina at her home. She was sitting in the kitchen with her little sister and elder brother and speaking to them like a teacher. You cut one tree and plant another too. You wash your hands before you eat. Do you know that? You'll get stomachache if you don't. You know nothing. Do you know why? Because you don't attend classes at Samadhi. Moina was giving answers to all her whys. When a primary school was set up in the village, Moina was the first girl to be admitted. Moina is 18 now. She teaches at Samadhi. If you pass by, you're sure to hear her impatient, demanding voice. Don't be lazy. Ask me questions. Ask me why mosquitoes should be destroyed. Why the polar star is always in the northern sky. Yes.
ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ബ്ലൂ ഹാർട്ട് ഇട്ടേ. എല്ലാവരുടെയും ആൻസേഴ്സ് വേണം കേട്ടോ മിസ്സിന്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മിസ് പഠിപ്പിക്കുന്നത്, ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും മനസ്സിലായോടാ നീ ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ് ഹേമലത, താങ്ക് യു. മിസ് ക്യൂട്ടാണെന്നൊക്കെ പോടുന്നു എനിക്ക് വയ്യ. ഓക്കെ ക്ലിയർ, സെറ്റ്. യെസ് ബണ്ണി, മിസ്സിനോടാണോ ഈ കോംപ്ലിമെന്റ്സ് ഒക്കെ തരുന്നത്? മിസ്സിനാണെങ്കിൽ താങ്ക് യു. ഓക്കെ ഓക്കെ റിയാസ്, ഹായ്. ഓക്കേടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം. നമ്മുടെതാ മൊയ്ന വളർന്ന് ഇപ്പൊ എന്തായി, വലിയൊരു പെൺകുട്ടിയായി, അവിടുത്തെ സ്കൂളിലെ ടീച്ചറായി മാറി അല്ലെ. അപ്പൊ അതാ മൊയ്ന ചോദിക്കുകയാണ് ബാക്കിയുള്ളവരോട്, ലേസി ആവരുത്, എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കൂ, എന്നോട് സംശയങ്ങൾ ചോദിക്കൂ. ആൻഡ് അതർ ചിൽഡ്രൻ ടു ആർ ലേണിംഗ് ടു ആസ്ക് വൈ. അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളും എന്തുകൊണ്ട് എന്ന് ചോദ്യം ചോദിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊയ്ന doesn't know I'm writing her story. മൊയ്നയ്ക്ക് അറിയില്ല ഞാൻ ഇപ്പോ അവളെ പറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അവളെ പറ്റിയിട്ട് ഞാനൊരു കഥ എഴുതുക മൊയ്നയ്ക്ക് ഇപ്പോഴും അറിയില്ല. If she did, she would ask writing about me. Why? അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അവൾ എന്നോട് ചോദിച്ചേനെ എന്നെ പറ്റി എഴുതുന്നത് എന്തിനാണ് അല്ലെ. അവിടെയും അവള് സംശയം ചോദിച്ചേനെ. അതുകൊണ്ട് മൊയ്നയ്ക്ക് അറിയില്ല ഞാൻ മൊയ്നയെ പറ്റിയിട്ട് ഇവിടെ ഇരുന്ന് സ്റ്റോറി എഴുതുന്നുണ്ടെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറയുകയാണ് അല്ലെ. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ why girl എന്ന് പറയുന്ന ചാപ്റ്റർ ഇതാണ്. And the other children too are learning to ask why. Moina doesn't know I'm writing her story. If she did, she would ask writing about me. Why? Clear? ഇതാണ് നമ്മുടെ why girl എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത്രയുള്ളൂ നമ്മുടെ ചാപ്റ്റർ. സിമ്പിൾ ആയിരുന്നില്ലേ? ഈസി ആയിട്ട് മനസ്സിലായോ? എല്ലാ വാക്കുകളും ക്ലിയർ ആയോ? ഏതെങ്കിലും വാക്കുകളുടെ സംശയം ഉണ്ടെങ്കിൽ പിന്നെയും മിസ് പറയാണ്, കമന്റ് ബോക്സിൽ ചോദിക്കുക, മിസ് പറഞ്ഞുതരാം. സോ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ വൈ ഗേൾ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ രസമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. സാധാരണ നമുക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും, പഠിക്കാൻ ഇഷ്ടമുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലെ. സോ മിസ്സിന് പേഴ്സണലി പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് ഈ ഒരു ചാപ്റ്റർ, നമ്മുടെ വൈ ഗേൾ. നമ്മുടെ സിലബസ് മാറിയപ്പോൾ പുതിയ വന്നൊരു ചാപ്റ്റർ ആണല്ലേ. സോ ഈ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് മനസ്സിലായോ? ഇഷ്ടമായോ? മിസ് പഠിപ്പിച്ച ഇഷ്ടമായോ? മിസ്സിന് ഇഷ്ടമായോ? യെസ്, ക്ലിയർ ആണ്, സെറ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയാണ്, ആസ്ക് മീ വൈ വേർഡ് എന്താണ്, അല്ലെങ്കിൽ മിസ് ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കൂ, മിസ് സന്തോഷത്തോടെ പറഞ്ഞു തരും. ക്ലിയർ, സെറ്റ് ആണ് അല്ലെ. അപ്പൊ സംശയം ചോദിക്കാനൊന്നും ഇല്ല, മിസ് പഠിപ്പിച്ച് അടിപൊളിയായിട്ട് മനസ്സിലായി എന്നാണ് പറയുന്നത്. അമ്പോ താങ്ക് യു. ഓക്കേടാ മക്കളെ. സോ ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ മക്കളെ. ഈ നോട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. എവിടെയാണ് കിട്ടാന്ന് അറിയോ? നിങ്ങൾ ഇപ്പോൾ കമന്റ് ചെയ്യുന്ന ഈ കമന്റ് ബോക്സിൽ അതിന്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു സൈലം ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു യെല്ലോ കളറിലെ ഒരു ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എവിടെ എത്താം? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എത്താം. സോ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇപ്പോഴല്ല, ക്ലാസ് കഴിഞ്ഞ ഉടനെ മിസ് എന്ത് ചെയ്തു തരും? ഇപ്പൊ അവിടെ പോയി നോക്കിയിട്ട് കാര്യമില്ല, ക്ലാസ് കഴിഞ്ഞ ഉടനെ മിസ് നോട്ട്സ് അവിടെ അയച്ചു തരാം. ഈ വിഷയത്തിന്റെ മാത്രമല്ല എല്ലാ വിഷയങ്ങളുടെയും ഫ്രീ ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അഞ്ജനക്കുട്ടി എന്താ ഡൗട്ട് എന്ന് ചോദിച്ചോളൂ. സോ അപ്പോൾ നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഒന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിനെയും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ എവിടെ അവൈലബിൾ ആണ്? നമ്മുടെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ളത്, എക്സാമുകൾ, മോഡൽ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ബാച്ച് ഉണ്ട്. നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ ഒരു നമ്പർ കാണാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ചേരാൻ ഏറ്റവും ബെസ്റ്റ് സമയമാണ് കേട്ടോ, കാരണം നമ്മുടെ മെഗാ 30 എന്ന് പറഞ്ഞിട്ട് ഓഫർ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 30% ഓഫിൽ നമുക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ യൂട്യൂബിൽ നിങ്ങൾ വരാനും യൂട്യൂബ് ക്ലാസ് കാണാനും യാതൊരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് തികച്ചും ഫ്രീ ആണ്. അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ്ഫുൾ ആക്കാട്ടെ. ഓക്കെ ആണ്, ക്ലിയർ ആണ്, മനസ്സിലായി, സെറ്റ് ആണ്. ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ ആണ് അല്ലെ. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച ഒരു വാക്കാണ്, അതിന്റെ അർത്ഥവും മിസ് പറഞ്ഞു തന്നല്ലേ. അപ്പൊ ഇതിന്റെ മീനിങ് ഓർമ്മയുള്ള എത്ര പേരുണ്ട്? അറിയുന്നവർ എന്ത് ചെയ്യുക? താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.
ഓക്കെ, ഇപ്പോഴല്ല, നമ്മുടെ ലൈവ് ചാറ്റിലല്ല, നമ്മുടെ ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കമന്റ് ബോക്സിൽ ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നവർ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മിസ് ഇതൊന്നും വായിക്കില്ല കാണില്ല എന്ന് വിചാരിക്കേണ്ട, മിസ് എല്ലാം എടുത്ത് വായിക്കും. മിസ്സിന് ഇതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. സോ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ, ഈ ക്വസ്റ്റിന്റെ ആൻസർ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. നെസുക്കോ ഓക്കെ ഓക്കേടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് എൻഡ് ചെയ്താലോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ മക്കളെ, അപ്പം മിസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇനിയും കാണാം. സോ അടുത്ത ക്ലാസ്സിൽ ഇനിയും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.